ഓം ശാന്തി. മധുരമായ ബാബ പറയുന്നു, ഉള്ളിൻ്റെ ഉള്ളിൽ ബാബ ബാബ എന്ന ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ അപാര സന്തോഷമുണ്ടാകുന്നു. ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാനൊരു ജ്യോതിർമയാത്മാവാണ്. പരമാത്മാ പ്രിയ ആത്മാവാണ്. പരമാത്മാ ശിവബാബ എനിക്ക് കുബേരന്റെ ഖജനാവ് തരാൻ വന്നിരിക്കുകയാണ്. ഞാൻ ഈ ലോകത്തിൽ സർവരിലും വെച്ച് സന്തുഷ്ടനാണ്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തത് എനിക്ക് പ്രാപ്തിയായിരിക്കുന്നു. ബാബയെ ലഭിച്ചു, സർവ്വതും ലഭിച്ചു. ഈശ്വരീയ പരിവാരവും കിട്ടിയിരിക്കുന്നു. ജ്ഞാനം, ഗുണങ്ങൾ, ശക്തികൾ, സർവ അവിനാശി ഖജനാവുകളും എനിക്ക് ലഭിച്ചു. പരിധിയില്ലാത്ത സന്തോഷത്തിന്റെ ഖജനാവും കിട്ടി. ഇപ്പോൾ ഈ ഹൃദയത്തിൽ ഒരു ശബ്ദം മാത്രം മുഴങ്ങുന്നു. എൻ്റെ ബാബ, മധുരമായ ബാബ, സ്നേഹിയായ ബാബ, ആശ്രയദാതാ ബാബ. ഹൃദയത്തിൽ ബാബ ബാബ എന്നുരുവിട്ട് ഞാൻ അപാര സന്തോഷത്തിന്റെ അനുഭവം ചെയ്യുന്നു. ഇപ്പോൾ ഈ ഹൃദയം ഒരു ഗീതം പാടുന്നു. സർവരിലും വെച്ച് ഖുശ് നസീബ് ഞാൻ തന്നെയാണ്. ഞാൻ സർവപ്രാപ്തി സമ്പന്നനാണ്. നിരന്തര സന്തോഷത്തിലിരിക്കുന്നു. എവിടെ ബാബയുണ്ടോ അവിടെ ഒരപ്രാപ്തിയും ഉണ്ടാവില്ല. ബാബയെ കിട്ടി, സന്തോഷത്തിന്റെ സാഗരവും വന്നു. മധുരമായ ബാബ, ഈ സ്നേഹം, ഈ ശ്രേഷ്ഠ സമയം, ശ്രേഷ്ഠ പ്രാപ്തി മുഴുവൻ കൽപ്പത്തിൽ പിന്നീടൊരിക്കലും കിട്ടുകയില്ല. ഈ സ്മൃതിയിൽ ബാബ ബാബ എന്ന് പറഞ്ഞ് അപാര അവിനാശി സന്തോഷത്തിന്റെ അനുഭവം ചെയ്യുന്നു. ഡ്രാമയുടെ ഓരോ സീനും കല്യാണക്കാരിയാണ്. ഞാൻ ഡ്രാമയുടെ കളിയെ പൂർണ്ണമായും മനസ്സിലാക്കി സദാ നിശ്ചിന്തമായിരിക്കുന്നു. ഡ്രാമയിൽ ഏത് സീൻ വന്നാലും ബാബ പറയുന്നു, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല, അന്തർമുഖിയായിരിക്കൂ. ഈ കാര്യങ്ങളെല്ലാം അന്തിമ സമയത്തിന്റെ കണക്കായി മുന്നിലേക്ക് വരുന്നതാണ്. ഡ്രാമ കല്യാണക്കാരിയാണ്. ഞാൻ അന്തർമുഖിയായി അതിൽ എന്തോ കല്യാണം അടങ്ങിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഡ്രാമയിലൊന്നും പുതിയതല്ല. കൽപ്പം മുമ്പും ഇത് തന്നെ സംഭവിച്ചിരുന്നു. ഇതിൽ ആശ്ചര്യപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ ഹൃദയം കൊണ്ട് ബാബ ബാബ എന്ന് പറയുന്നു. സന്തോഷത്താൽ രോമാഞ്ചമുണ്ടാകുന്നു.
അപ്പോൾ മായ ജീത്താകുന്നു. സന്തോഷത്തിന്റെയും ഓർമ്മയുടെയും ആധാരമാണ് ആത്മാഭിമാനി സ്ഥിതി. ഇതിൽ തന്നെ പരിശ്രമവും ഉണ്ടാകുന്നു. മധുരമായ ബാബയുടെ ഓർമ്മ വരുന്നു. മായയുടെ കൊടുങ്കാറ്റിൽ ഭയക്കരുത്. കർമ്മേന്ദ്രിയങ്ങളാൽ വികർമ്മം ചെയ്യരുത്. പഠിപ്പിക്കുന്ന ബാബ ദേഹി അഭിമാനിയാണ്. ഞാൻ ബാബയുടെ സമാനം ദേഹത്തിൽ നിന്നും വേറിട്ട് ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഈ പരിധിയില്ലാത്ത നാടകം പൂർത്തിയാവുകയാണ്. ബാബ വന്നു കഴിഞ്ഞു നമ്മളെ യോഗ്യനാക്കി ഓടിക്കൊണ്ടുപോകാൻ. ബാബയുടെ ഓർമ്മയിലിരുന്ന് മായയുടെ മേലെ വിജയം നേടണം. കരയുമ്പോൾ ദേഹാഭിമാനത്തിൽ വരുന്നു. എനിക്ക് ആത്മാഭിമാനിയാക്കണം. ബാബയെ ഓർമ്മിക്കുന്നു. രാവും പകലും ബാബ ബാബ എന്ന് ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ മായയുടെ കൊടുങ്കാറ്റിനോട് ഭയക്കുന്നില്ല, സംശയിക്കുന്നില്ല. കേവലം ശ്രദ്ധ വെക്കുന്നു. കർമ്മേന്ദ്രിയങ്ങളാൽ ഒരു വികർമ്മവും ഉണ്ടാകരുത്. ജ്ഞാനസാഗരനായ ബാബ എന്നെ പഠിപ്പിക്കുകയാണ് എന്ന സന്തോഷത്തിൽ കഴിയുന്നു. സദോ പ്രധാനമാകുന്നതിനു വേണ്ടി ആത്മാഭിമാനിയാകാനുള്ള പരിശ്രമം ചെയ്യുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ശുഭചിന്തനത്തിലൂടെ ജ്ഞാനസാഗരത്തിലലിയുന്ന അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവിയാകൂ. സ്വയത്തെ ഏകാന്തവാസിയാക്കൂ. ആകർഷണങ്ങളുടെയും പ്രകമ്പനങ്ങളിൽ നിന്നും അന്തർമുഖിയാക്കുന്നു. സ്വന്തം മുഖത്തെ ചുറ്റിക്കറങ്ങുന്ന മ്യൂസിയമാക്കൂ. അതിൽ ബാബയുടെ ബിന്ദു കാണപ്പെടണം. ബാബ സൂചന നൽകുന്നു. സ്വയം തന്നെ ശരീരത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും വേറിട്ട ആത്മാവാണെന്ന് മനസ്സിലാക്കണം. ശരീരത്തിന്റെ ആധാരമെടുത്ത് കർമ്മം ചെയ്യുന്നു. ഈ സങ്കല്പം പോലും സമർപ്പണം ചെയ്യണം. ദേഹത്തിലിരുന്ന് വിദേഹി സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. ഓം ശാന്തി.